നമസ്കാരം, ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തൻ്റെ കറിയാണ്, മത്തൻ കറി. മത്തൻ കറി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു പ്രഷർ കുക്കർ വേണം. പ്രഷർ കുക്കറിൻ്റെ പാനിലോട്ട് നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച മത്തൻ, കുരുവെല്ലാം കളഞ്ഞ് തൊലിയെല്ലാം ചെത്തി മാറ്റി കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ മത്തൻ പീസസ് ആണ്. ഇത് ഏകദേശം ഒരു 1/2 കപ്പേ വരുള്ളൂ. ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം ഒരു പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മത്തൻ വേവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം മതിയാവും. അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ പ്രഷർ കുക്കറിൻ്റെ അടപ്പെടുത്ത് അടയ്ക്കുക. എന്നിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ, ഒരു വിസിൽ അല്ലെങ്കിൽ മാക്സിമം 2 വിസിൽ വേവാൻ അത്രയും മതിയാവും. കാരണം നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അടപ്പടയ്ക്കുക, അടപ്പടച്ച് വിസിൽ വെക്കുക. സ്റ്റവ് ഞാൻ കത്തിച്ചിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. ഇനി 1-2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തീ ഓഫ് ചെയ്യാം. ഞാൻ മാക്സിമം 2 വിസിലിന് ഓഫ് ചെയ്യും. കാരണം വെജിറ്റബിൾസ് ഒരുപാട് കുക്ക് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും അത് മാഷ് ചെയ്യാനും പോകുന്നുണ്ട്. അത്രയും മതി വെജിറ്റബിൾ കുക്ക് ചെയ്യാൻ. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/4 കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ആയ തേങ്ങയാണ്. അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല മഷി മാതിരി അരച്ചെടുക്കുകയാണ്. അല്ല പേസ്റ്റായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് കുക്കർ അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും. കഴിഞ്ഞ് തുറന്ന് വെക്കണം. പ്രഷർ റിലീസ് ചെയ്യാൻ അത് തുറന്ന് വെക്കാം. അപ്പോൾ ഞാൻ മഷി മാതിരി അരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ കുക്കർ മത്തനെല്ലാം വെന്ത് പ്രഷറെല്ലാം റിലീസായി ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പൊട്ടറ്റോ മാഷറുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായി മാഷ് ചെയ്തെടുക്കാൻ പോകണം. നമുക്ക് വേണമെങ്കിൽ 2-3 പീസസ് കഷ്ണങ്ങളായിട്ട് തന്നെ വെക്കാം. ഞാൻ ഇതെല്ലാം മാഷ് ചെയ്തെടുക്കാൻ പോവാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ 2-3 പീസസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു മത്തൻ തനിയെ വേറെ കിടക്കും. ഇത് ഒന്നിച്ചിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ മത്തൻ കഷ്ണങ്ങൾ മാത്രം മാറ്റി വയ്ക്കുന്ന അതില്ല. എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ കൂടെ നമ്മൾ അരച്ചു വെച്ച തേങ്ങാ പേസ്റ്റ് ഇല്ലേ, അതും ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കൊന്നുകൂടെ അടുപ്പ് കത്തിച്ച് ഈ കുക്കറിൻ്റെ പാൻ അങ്ങോട്ട് വെക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് ആക്കി ഇവിടെ ചീനിച്ചട്ടിയിലാക്കിയിട്ട് കുക്ക് ചെയ്യാം. പെട്ടെന്ന് എളുപ്പമാവാൻ വേണ്ടി പ്രഷർ കുക്കറിൽ ഞാൻ ചെയ്തുകൊണ്ടേ ഉള്ളൂ. എന്നിട്ട് നന്നായി തിളച്ച് വെള്ളം കുറുകി വന്നു കഴിഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവിയായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചാൽ പിന്നെ നമുക്ക് താളിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു ചെറിയൊരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലേവർ വരും അത്. കൂടാതെ നമുക്ക് താളിക്കുമ്പോഴും കുറച്ച് കറിവേപ്പില വേണം. അപ്പോൾ അതിനും കുറച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് താളിക്കുന്ന പ്രോസസ്സിലോട്ട് കിടക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, വട്ടത്തിൽ അരിഞ്ഞ വെളുത്തുള്ളി ഏകദേശം ഒരു 3 എണ്ണം മതിയാവും. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ലൈറ്റ് ബ്രൗൺ നിറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഒരു 1-2 കപ്പൽ മുളക് മുറിച്ചിടുക. അതൊന്ന് ബ്രൗൺ നിറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടെ കറിവേപ്പില ആഡ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലോട്ട് ഇളക്കുക. ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഉപ്പ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ കുറച്ച് മത്തൻ വേവിക്കുമ്പോൾ ആഡ് ചെയ്ത ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യുക. കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ നോക്കുക. ഇനി നമുക്ക് ചൂട് ചോറിൻ്റെ ഒപ്പം സെർവ് ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ ഇത് പ്രസന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ നോക്കണം. പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.